ആർട്സ് കേരള സർവകലാശാലയിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ ഇപ്പോൾ സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, സ്ഥലത്ത് പോലീസ് സന്നാഹം നിലയുറപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന നേതാക്കളടക്കം പുറത്തേക്ക് ഇറങ്ങുകയാണോ? TV പ്രസാദ്, ഹാളിന്റെ മുന്നിലേക്ക്, അതായത് പ്രധാന കവാടത്തിലേക്ക് പ്രകടനമായി നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുകയാണ്. പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ തടയുകയാണ്. മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പോലീസ്. പ്രസാദ്, ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം പ്രസാദിലേക്ക് വരാം. അരുൺ സോളമൻ ഗേറ്റിന് പുറത്തുണ്ട്. അരുൺ സോളമൻ നിൽക്കുന്ന ഇടത്തേക്ക് പ്രവർത്തകർ എത്തുകയാണ്. സുജയ, തീർച്ചയായിട്ടും പ്രവർത്തകർ ഇപ്പോൾ ഈ സംഘടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സർവകലാശാലയുടെ മുൻവശത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പുറത്തും അതുപോലെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ഇപ്പോൾ സംഘടിച്ചുകൊണ്ട് പുറത്തു നിന്നും എത്തുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള SFI സംഘമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തേക്ക് വരികയാണ്. ഈ പ്രധാനമായിട്ടും ഈ വലിയൊരു ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ സെനറ്റ് യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ അവർ ഉയർത്തുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഈ 3 ദിവസം നടക്കുന്ന സംസ്കൃത വിഭാഗത്തിൻ്റെ അന്താരാഷ്ട്ര സെമിനാറിൽ SFI പ്രധാനമായി ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് ഈ സെമിനാർ നടത്തുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ ഈ നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. സുജ, ഗേറ്റിന് പുറത്തും അപ്പുറവുമായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് SFI പ്രവർത്തകർ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുകയാണ്. സംസ്ഥാന നേതാവ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുശ്രീ, എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? എന്താണ്? ഞങ്ങൾ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഏകദേശം 4 മാസത്തോളായി. ഈ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും കേരള സർവകലാശാലയുടെ VC അനുവദിക്കാത്ത സ്ഥിതിയാണുള്ളത്. നിരന്തരമായി വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ സുജയ, ഗേറ്റ് തുറക്കുകയാണ് പോലീസ്. ഗേറ്റ് തുറന്ന് SFIയുടെ പ്രവർത്തകരെ, സെനറ്റ് ഹാളിന് അകത്തു നിന്നുള്ള പ്രവർത്തകരെ പുറത്തേക്ക് വിടുകയാണ്. ഈ ഘട്ടത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ മാധ്യമങ്ങളെ ഉടൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രവർത്തകർ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. കേരളത്തിലെമ്പാടും ഗവർണറുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന നിരന്തരമായ ഇടപെടൽ നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ്. കേരളയിലും കാലിക്കറ്റ് സർവകലാശാലയിൽ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും SFI വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാണുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയൻ, കേരള സർവകലാശാലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തെരഞ്ഞെടുപ്പ് കഴിയുകയും വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി SFIയുടെ യൂണിയനെ, പെൺകുട്ടികളെ നയിക്കുന്ന വിദ്യാർത്ഥി യൂണിയനെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവദിക്കാത്ത സമീപനാണ് കഴിഞ്ഞ 4 മാസമായി കേരള സർവകലാശാലയുടെ VC ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രവർത്തനങ്ങളെ, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികളെ തകർക്കാനുള്ള സമീപനാണ് VCയും ഗവർണറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഇപ്പോൾ VCമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ സർവകലാശാലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വലിയ സമരത്തിൽ SFI നീങ്ങിയതിന് ശേഷമാണ് തയ്യാറായിട്ടുള്ളത്. ഇത്തരത്തില് തെരഞ്ഞെടുത്ത യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാനോ ഫണ്ട് കൊടുക്കാനോ അവർക്ക് പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് ഫാസിസ്റ്റ് കേന്ദ്രമായി, വർഗീയതയുടെ വേദിയായിട്ട് നമ്മുടെ സർവകലാശാലകളെ മാറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് SFI മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഗവർണറും VCയും ഉൾപ്പെടെയുള്ളവർ അകത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമരത്തിലേക്ക് SFI മുന്നോട്ടേക്ക് വന്നത്. ഇത് സർവകലാശാലയുടെ അകത്തെത്തിയിട്ട് അവിടെ ഒരു സൂചനാ സമരമായി നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ സമീപനാണ് തുടരുന്നതെങ്കിൽ ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെ സത്യപ്രതിജ്ഞ വൈകിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധവുമായിട്ട് സർവകലാശാലയുടെ അകത്തളത്തിലേക്ക് എത്താൻ SFI തയ്യാറാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. VC രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതായത് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട UUCമാര് സർവകലാശാലയുടെ ജനാധിപത്യ വേദിയിലേക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഒരു പാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള ഒരു ജനാധിപത്യ വേദിയെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാദ്യമല്ല, കേരള സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ABP ആയതുകൊണ്ട് അകത്തേക്ക് അവർ നോമിനേറ്റ് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കലിന് അവർ തയ്യാറാവുന്നുണ്ട്.
സുജയ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും അവർ ഉയർത്തുന്നത്. ഇന്ന് ഗവർണർ ഇത്തരത്തിലൊരു പരിപാടിയുമായി സർവകലാശാലയിൽ എത്തിയതുകൊണ്ടാണ് SFI ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും അത്തരത്തിലുള്ളൊരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിൽ അടക്കം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ വന്നപ്പോൾ SFIക്ക് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. ആ ഘട്ടത്തിന് ശേഷമാണ് അവിടെ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ടും കേരള സർവകലാശാലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അതിന് പിന്നിൽ വൈസ് ചാൻസലറിനും അതുപോലെ തന്നെ ഗവർണർക്കും RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയും നിലപാടാണ്. ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ SFIയോട് ഇത്തരത്തിൽ വിരോധം കാണിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ മാധ്യമങ്ങളോട് പ്രധാനമായും പങ്കുവച്ചത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ സർവകലാശാലയ്ക്ക് മുൻവശത്ത് പ്രതിഷേധവുമായി പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇനി അവർ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും